പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. ദാനിയേലിൻ്റെ പുസ്തകത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. നിന്റെ തുണ നിന്റെ തലയ്ക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു. ആദ്യം പറഞ്ഞു, നിന്റെ 55-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് പ്രകാരമാണ്, നിന്റെ നുണ നിന്റെ തലയ്ക്ക് തന്നെ തിരിഞ്ഞടിക്കും. എന്നാൽ വീണ്ടും നമ്മൾ മുമ്പോട്ട് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവർ രണ്ടുപേരെയും വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ, രണ്ടുപേരും പറഞ്ഞ സാക്ഷിമൊഴിയിൽ പൊരുത്തക്കേട് വന്നപ്പോൾ ദാനിയേലിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. 58-ാമത്തെ തിരുവചനം, നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും അധികാരികളുടെ മുമ്പിലും അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ നുണ പറഞ്ഞപ്പോൾ അത് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചടിച്ചിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളും പറയും തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന്. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. നമ്മളൊന്ന് പിന്നിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് കാണാൻ പറ്റും. കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളായി വളർന്നു വന്ന കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരു യുവാവായ കാലഘട്ടത്തിലോ യുവതിയായ കാലഘട്ടത്തിലോ, കൗമാര കാലഘട്ടത്തിലാകാം, ബാല്യകാലഘട്ടത്തിലാകാം, മാതാപിതാക്കളുടെ മുമ്പിൽ പറഞ്ഞ നുണകൾ പലപ്പോഴും തൻ്റെ തലയ്ക്ക് തന്നെ തിരിച്ചടിച്ച നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഓരോ മക്കളും ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അധികാരികളുടെ, ഒരുപക്ഷെ അധികാരി എന്ന് പറയുമ്പോൾ ബാല്യകാല ജീവിതത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാകാം. ആ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അധ്യാപകർ അധികാരികളാണ്. ആ അധികാരികളുടെ മുമ്പിൽ താൽക്കാലികം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി നുണ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചടിച്ച സംഭവങ്ങളായി മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പലപ്പോഴും നുണ പറയും മാതാപിതാക്കളുടെയും അധികാരികളുടെയൊക്കെ മുമ്പിൽ. അതായത് ശിക്ഷയ്ക്ക് അർഹതയുണ്ടായിരിക്കെ, ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടുവാൻ അർഹതയുണ്ട്, ഞാൻ അർഹനാണ്, അങ്ങനെ ആ അർഹമായ ശിക്ഷയും അപ്രീതിയും ഒഴിവാക്കാൻ വേണ്ടി, അധികാരികളുടെ മുമ്പിൽ നിന്നുള്ള അപ്രീതി ഒഴിവാക്കുവാൻ വേണ്ടി നുണ പറയുക. മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിലപ്പം ഒരുപക്ഷെ ചെയ്ത തെറ്റ് മറച്ചു വയ്ക്കുവാൻ വേണ്ടി നുണ പറയുക. കുടുംബത്തിലെ പല സാധനങ്ങളും നശിപ്പിച്ച് കളഞ്ഞാൽ അതിൽ നിന്ന് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിയുമ്പോൾ നുണ പറയുക. ഓഫീസിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, ഓഫീസിലുള്ള ഏതെങ്കിലും മേഖലകൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും വ്യാജം പറഞ്ഞ് കള്ളം പറഞ്ഞ് ശിക്ഷ ലഭിക്കാതിരിക്കാൻ വേണ്ടി തലയൂരിയെടുക്കുക. പലപ്പോഴും ശിക്ഷയ്ക്ക് അർഹരായിട്ടുള്ള അനേകം ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കാതിരിക്കുവാനും അധികാരികളുടെ അടുത്ത് നിന്ന് അപ്രീതി ഒഴിവാക്കുവാനും വേണ്ടി അവർ നുണ പറയുമ്പോൾ തിരിച്ചറിയണമേ, ദൈവത്തെ ഒരുപക്ഷെ
അധികാരികളുടെ ഏറ്റവും ഉന്നതമായ അധികാരി, അധികാരികളുടെ അധികാരിയാണ്. ആ ദൈവത്തെ ഒരുപക്ഷെ പ്രകോപിപ്പിക്കുകയല്ലേ ചെയ്തത്. ആ ദൈവത്തിനെല്ലാം അറിയാമല്ലോ. ഈ നുണ പറഞ്ഞപ്പോൾ, അധികാരികളുടെ മുമ്പിൽ നുണ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെയല്ലേ പറഞ്ഞത്. മാതാപിതാ ഗുരുദൈവം, മാതാപിതാക്കളുടെ മുമ്പിൽ നുണ പറഞ്ഞപ്പോഴും, ഗുരുക്കന്മാരുടെ മുമ്പിൽ നുണ പറഞ്ഞപ്പോഴും, അതുപോലെ തന്നെ അധികാരികളുടെയൊക്കെ മുമ്പിൽ നുണ പറഞ്ഞപ്പോഴും, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചെയ്തത് ദൈവ തിരുമുമ്പിലാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പോലും നുണ പറഞ്ഞിട്ടുണ്ടാകാം. ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുക, മറ്റുള്ളവരെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള നുണ, മറ്റുള്ളവരെ നശിപ്പിക്കുവാനും തകർക്കുവാൻ വേണ്ടിയുള്ള വ്യാജം പറച്ചിൽ, ഇതെല്ലാം അവസാനം നമ്മുടെ ഓരോരുത്തരുടെയും തലയ്ക്ക് തിരിച്ചടി കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നലകളിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ദൈവത്തിനു മുമ്പിൽ മാപ്പ് ചോദിച്ച് നമുക്ക് ദൈവത്തോട് അനുരഞ്ജനം പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണെന്നും നിന്റെ നുണ നിന്റെ തലയ്ക്ക് തന്നെ തിരിഞ്ഞടിക്കുമെന്നും അരുളിച്ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ഇന്നലകളിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കുവാൻ വചനം തന്നെയാകുന്ന യേശുവെ, ഞങ്ങളെ വചനത്താൽ അഭിഷേകം ചെയ്ത് ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.